കാണിക്കണേ വൈകി മാറിക്ക്. നാശപ്പിടിച്ച ഒരു കാറ്റ് വെപ്രാളം കാണിക്കാതെ വാളെടുക്കണം വലവിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമുടക്കണം വേഷം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. കർമ്മത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുകയാണ്. ഈ ഭവനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും ഇതിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന കുടുംബാംഗങ്ങളാകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വഴി കേൾക്കുന്നു, എൻ്റെ വചനം അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് വീണില്ല. എൻ്റെ വചനം കേൾക്കുകയും അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഘോഷന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് വീണുപോയി. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, കുടുംബം അവിടെ നിന്നാണല്ലോ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങയുടെ മക്കൾ ഒരുമിച്ച് താമസിക്കുവാൻ പോകുന്ന ഈ ഭവനത്തിൻ്റെ അടിസ്ഥാന ശിലയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ഞങ്ങളുടെ നിർമ്മാണ വേലയിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനാ ദൈവമേ, ഓരോ ദിവസവും അവിടുത്തെ ദാനങ്ങളാണല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ചില ആശീർവാദ കർമ്മം ചെയ്യുവാനും അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. അവിടുത്തെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനും കൃപാനിധിയുമായ ദൈവമേ, അവിടുത്തെ മക്കളെ എപ്പോഴും ആശീർവദിക്കുകയും ഈ നിർമ്മാണ സമയത്ത് എല്ലാ സംരക്ഷണങ്ങളും എല്ലാ സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളില്ലാത്ത സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കാരണവാനാ ദൈവമേ, സന്മനസ് അവരുടെ മേലുണ്ടായിരിക്കുവാനും അനുഗ്രഹിക്കണമെന്നും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണെന്നും അവിടുന്ന് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ പാലിക്കുന്നത് നിഷ്ഫലമാണെന്നും പഠിപ്പിച്ചുവല്ലോ. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപകളും ഈ ഭവന നിർമ്മാണ വേളയിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഈശോയെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ മക്കൾക്ക് താമസിക്കുവാനുള്ള ഈ ഭവനത്തിൻ്റെ ശിലയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഈ ഭവനത്തിൽ വസിച്ചുകൊണ്ടും അവിടുന്ന് ഈ മക്കളെ സഹായിക്കണമേ. ആദ്യം തന്നെ കുടുംബത്തിന് രൂപം കൊടുത്തത് അവിടുന്നാണല്ലോ. നമ്മുടെ കുടുംബനാഥനെയും കുടുംബനാഥയെയും മക്കളെയും അവിടുന്ന് ആശീർവദിക്കുകയും ഈ ഭവനത്തിൻ്റെ നിർമ്മാണ സമയം മുതൽ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവിടുത്തെ ദയയും കൃപയും കാരുണ്യവും ഉണ്ടായിരിക്കണമേ. എല്ലാ സംരക്ഷണങ്ങളും ഈ മക്കൾക്ക് കൊടുക്കണമേ. ഈ ഭവനം എത്രയും പെട്ടെന്ന് പൂർത്തിയായി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമേ. സർവ്വതും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ശിലയെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയുമാകണമേ. അതുകൊണ്ട് ആഹാരം ഞങ്ങൾക്ക് തരണമേ, പോലെ ക്ഷമിക്കണമേ. വാളെടുക്കണം വലവിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമുടക്കണം. പിടിക്കണം മനസ്സിൽ കാണണം മനസ്സിൽ കാണണം മനസ്സിൽ കാണണം.
കള്ളച്ചിരി കൊണ്ട് കഴുത്തറുക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എന്റെ അമ്മായിയമ്മ. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്.